നമ്മൾ മതവിജ്ഞാനം വേണം, മതസ്ഥാപനങ്ങളിൽ പോകണം. അപ്പം നമ്മളെ കുട്ടികൾക്ക് നമുക്ക് എന്ന പോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഊന്നൽ കൊടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടികളെ മതം പഠിപ്പിക്കണം. മതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മദ്രസയിൽ പറഞ്ഞയക്കണം. ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ, ഇന്നത്തെ കാലത്ത് പലപ്പോഴും പലരും മദ്രസയിലെ വിദ്യാഭ്യാസം ഇല്ലാതാക്കുക കുട്ടികൾക്ക്. കാരണം കുട്ടികൾക്കനുസരിച്ചാണ് ഇപ്പം ഉണ്ടാവുക. ഇപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞാൽ ചെറുക്കൻ ചെന്നുകൊണ്ട് ഉമ്മാനോട് പറയും ഞാൻ മദ്രസയിൽ പോരാറ്. നിങ്ങളൊക്കെ അനുഭവം ഉണ്ടാവുമോ തന്നെ പറയുന്നത്, ഞാൻ മദ്രസയിൽ പോരാറ്. അപ്പോൾ പണ്ടത്തെ അമ്മ ഇപ്പോഴത്തെ അമ്മ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പണ്ടത്തെ അമ്മയാണെങ്കിൽ എനിക്ക് മദ്രസയിൽ പോകില്ലാന്ന് നടക്കട മദ്രസയ്ക്ക് വരണാണ്ട് ഒരു ചുള്ളലൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി മദ്രസയിലാക്കിയിട്ട് ഉസ്താദിനോട് പറയും ഇവ മദ്രസയിലേക്ക് വരാൻ കളവ് കാട്ടേന്ന് പറഞ്ഞാണ്ട് കൊടുക്കൊണ്ട് പറയും പണ്ടത്തെ അമ്മ. ഇപ്പോഴത്തെ അമ്മയാണെങ്കിൽ ഞാൻ മദ്രസയിൽ പോലാറ്. എന്താണ് അത് പോകാത്തത് ചോദിച്ചു. ഇച്ച് സ്കൂളിൽ അസൈൻമെന്റ് ഉണ്ട്, പ്രൊജക്ട് ഉണ്ട്, ഒക്കെ പാടുന്ന കൊണ്ട് പറ്റൂല, ഞാൻ പോലാറ്. അപ്പോൾ ജൂലാറിനപ്പോൾ ഞാൻ എന്താ കേട്ടത് അറിയും. അവിടെ കുഞ്ഞു ഇവനൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വാപ്പ ഗൾഫിൽ നിന്ന് വിളിച്ചുമ്പോൾ പറയണമെന്ന് അറിയും. അങ്ങനെ വാപ്പ ഗൾഫിൽ നിന്ന് വിളിച്ചു, ചെറുക്ക സ്കൂളിൽ മദ്രസയിലോ പോകണില്ലേ? ഓ മദ്രസയ്ക്ക് ഇപ്പോൾ പോകണില്ല, സ്കൂളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അതോ മദ്രസയ്ക്ക് പോകാത്തത്? ഓന് സ്കൂളിൽ അസൈൻമെന്റ് പ്രൊജക്ട് അങ്ങനെ പലതും ഉണ്ടോ, ഒക്കെ പോടാ അവനെ കൊണ്ട് പറ്റൂല എന്നാ പറയുന്നത്. ഓൻ പോകില്ലായിരുന്നപ്പോൾ ഞാനെന്താ കാട്ടുന്നത് അറിയും. അപ്പോൾ മൂപ്പര് അവിടുന്ന് കിട്ടും. ഓൻ പോകില്ലായിരുന്നു ഞാനെന്താ കാട്ടുന്നത്? ഞാൻ ഇവിടെ അല്ലേ, മൂപ്പര് അവിടെയല്ലേ. മദ്രസ മുടങ്ങിയിട്ട് പിന്നെ ചെറുക്കൻ നന്നായിട്ട് പഠിച്ചിട്ട് അവസാനം SLCന്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയത്തിലും A+ വേണം. ഇതൊക്കെ വേണ്ടാത്തതല്ല, എല്ലാ വിഷയത്തിലും A+ കിട്ടിയതോടുകൂടി റോഡിൻ്റെ അകത്തെ ഫ്ലക്സ് പൊന്തി, അവൻ്റെ ചിത്രമുള്ള ഫ്ലക്സൊക്കെ പൊന്തി, നാട്ടുകാരൊക്കെ പാടും. എൻ്റെ കൂടെ ഇതേപോലെ തന്നെ നമ്മൾ കുടുംബയോഗമൊക്കെ വിളിച്ചുകൊണ്ട് അവരെ പിന്നെ ഉപഹാരം കൊടുത്ത് ഒക്കെ പ്രോത്സാഹിപ്പിച്ച് ഒക്കെ വേണ്ടതാണ്. പ്രോത്സാഹിപ്പിച്ച് അതുപോലെ തന്നെ നാട്ടിലുള്ള ക്ലബ്ബുകളൊക്കെ അവൻ്റെ പിന്നാലെ നടന്ന് അവനെ അനുമോദിച്ച് ആശംസിച്ച് അവനെ പ്രശംസിച്ച് അങ്ങനെ പോയി. എന്നിട്ട് പിന്നെ +1ഉം +2ഉം പഠിച്ചു. അതിൻ്റെ റിസൾട്ടും എല്ലാവരും A+ തന്നെ. പിന്നെ അതിനുശേഷം ഡിഗ്രിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. ഡിഗ്രീൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ എല്ലാ വിഷയത്തിലും A ഗ്രേഡ് തന്നെ. നല്ല ചെറുക്കനാണ്, സമർത്ഥനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാപ്പ ഗൾഫിൽ നിന്ന് വിളിച്ച് ചോദിക്കുകയാണ് വാപ്പാൻ്റെ ഡിഗ്രി എന്താ പഠിക്കേണ്ടത്? ഡിഗ്രിയും കഴിഞ്ഞിരിക്കണല്ലോ, എനിക്ക് IAS വേണമെന്ന് പറഞ്ഞു. IAS പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ 27 തരത്തിലുള്ള വലിയ ഉദ്യോഗസ്ഥന്മാരെ IAS കൂട്ടുന്ന നിയമിക്കാം. വലിയ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ജില്ലാ കലക്ടർക്ക് മാതിരിയുള്ള വലിയ ഉദ്യോഗം. അങ്ങനെ IAS കാരനാകാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങിന് പോയി. അങ്ങനെ കോച്ചിങ്ങിന് പോയിട്ട് പഠിച്ച് സാറായിട്ട് പഠിച്ചു. വാപ്പ പൈസ ഒക്കെ കൊടുത്ത് അങ്ങനെ നന്നായിട്ട് പഠിച്ച് IASന്റെ റിസൾട്ടിൽ ഒന്നാമത്തെ ഘട്ടം പ്രിലിമിനറി പാസ്സായി. വീണ്ടും പഠിച്ച് രണ്ടാമത്തെ ഘട്ടം മെയിനും പാസ്സായി. മൂന്നാമത്തെ ഘട്ടം അങ്ങനെയൊന്നും പാസ്സാവില്ല. അത് ചോദ്യം ചോദിക്കുക, ഇന്റർവ്യൂ കാര്യം എന്ത് ചോദ്യം ചോദിക്കുക, അതിനൊക്കെ ഉത്തരം പറയാന്ന് വെച്ചാൽ അവിടെ തോൽക്കലേ. മറ്റേ 1ഉം 2ഉം ഒക്കെ ചിലപ്പോൾ കഴിച്ചിലാവും. പ്രിലിമിനറി കഴിച്ചിലാവും, മെയിനും കഴിച്ചിലാവും. അവസാനത്തത് പിന്നുണ്ടല്ലോ, അവസാനത്തെ ഇന്റർവ്യൂലാവും ഒക്കെ പോലെ. അപ്പൊ ഇവൻ നല്ല സമർത്ഥനാണ്. ഓന് നന്നായിട്ട് വായിച്ചിട്ടും പഠിച്ചിട്ടും അങ്ങനെ നെറ്റിന് മുമ്പിൽ ഇരുന്നിട്ടും രാത്രി ഉറക്കൊഴിച്ചിട്ടും ലൈബ്രറിയിൽ പോയിട്ടും പുസ്തകങ്ങൾ വാങ്ങിയിട്ടും പോയി അവസാനം കോച്ചിങ് ഒക്കെ കിട്ടി IASന്റെ മൂന്നാമത്തെ ഘട്ടമായിട്ടുള്ള ഇന്റർവ്യൂ പാസ്സായിട്ട് IAS പാസ്സായില്ലേ. ഇനിയിപ്പം പാലക്കാട് ജില്ലാ കലക്ടറായി ചേർക്കണേ. കാരണം ജില്ലാ കലക്ടർമാരൊക്കെ വരെ കൂട്ടുന്നുണ്ടാവുക. അങ്ങനെ പാലക്കാട് ജില്ലാ കലക്ടറായതിനു ശേഷം ബാപ്പ ഗൾഫിൽ നിന്ന് ഒറ്റപ്പോലെ ഇഞ്ച കൂട്ടി കലക്ടറേക്കളെ ഞാൻ ഇവിടെ വെയിലും കൊണ്ട് വെക്കേണ്ട വല്ല കാര്യമുണ്ട് പറഞ്ഞ് മുമ്പര് പോന്നു. നാട്ടിൽ വന്നിട്ട് ചെറുക്കനെ കൊണ്ട് പെണ്ണൊക്കെ കെട്ടിച്ച് പിന്നെ അതാണ് ചെയ്യേണ്ടാവുക. നല്ല പെണ്ണൊക്കെ കെട്ടിച്ച് പേരെയൊക്കെ വലിയതാക്കി അങ്ങനെ സുഖമായി അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുക. അങ്ങനെ കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ പിടിയക്കൊരായ്മരെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ മോനാണ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് വാപ്പ അഭിമാനത്തോടുകൂടിയൊക്കെ വേണ്ടതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ വാപ്പ സുഖമില്ലാതായി, വാപ്പ മരിച്ചു. പിന്നെ ജില്ലാ കലക്ടറായിട്ട് അങ്ങനെ മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കുറേ കൊല്ലങ്ങൾ അങ്ങനെ പോവുമല്ലോ. ചിലപ്പോൾ ജില്ലാ കലക്ടറായിട്ട് പിന്നെ പ്രൊമോഷൻ കിട്ടിയാലും വലിയ എടുക്കുമ്പോൾ ഞാൻ കലക്ടറായി തന്നെ നിർത്തിയിട്ട് ഉദാഹരണം പറയാം. അങ്ങനെ ജില്ലാ കലക്ടർ കുറച്ച് കഴിഞ്ഞപ്പോൾ റിട്ടയർഡായി, മുൻ ജില്ലാ കലക്ടറായി. അതിനുശേഷം പിന്നെ അങ്ങനെ കുറച്ച് കൊല്ലങ്ങൾ അങ്ങനെ പോയി. അങ്ങനെ ജില്ലാ കലക്ടറായിരുന്ന ആൾക്ക് സുഖമില്ലാതായി, അയാൾ മയ്യത്തായി. എല്ലാവരും മയ്യത്താവുമല്ലോ. അങ്ങനെ ജില്ലാ കലക്ടർ മയ്യത്തായാലോ നമ്മൾ മയ്യത്താകണ മാതിരിയാവില്ല. വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. വലിയ ആൾക്കാരൊക്കെ വരും. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരും, MLA വരും, MP വരും, ചിലപ്പോൾ വലിയ മുതലാളിമാർ വരും, കോൺട്രാക്ടർമാർ വരും, ഒക്കെ വരും. വന്നുകാണ്ട് പിന്നെ മേൽക്കൂടി റീത്ത് പൂവൊക്കെ കൊണ്ടുവന്നുകാണ്ട് ഇട്ടുകാണ്ട് ഇടങ്ങേറാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഒരു 5-6 അടി താഴെ കൊണ്ടുപോയേക്കും. ഖബറിലെ 5-6 അടി താഴെ കൊണ്ടുപോയേക്കുന്ന സമയത്ത് ആകാശത്തേക്ക് വെടിയും പൊട്ടിച്ചു. നമുക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വെടിയൊക്കെ പൊട്ടിച്ചിട്ട് സല്യൂട്ടൊക്കെ അടിച്ച് ഒരു 5-6 അടി താഴെ കൊണ്ടുപോയേക്കും. അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോന്നിട്ട് അനുശോചന യോഗം ഉണ്ടാവും. അനുശോചനത്തിൽ എന്താ പറയുന്നത്? അദ്ദേഹം ജില്ലാ കലക്ടർ ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലയുടെ മുഖച്ഛായ തന്നെ അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ജില്ലക്കുണ്ടായിട്ടുള്ള സകല പുരോഗതിയും അദ്ദേഹം ജില്ലാ കലക്ടർ ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. നമ്മുടെ ജില്ലയിലെ ഓരോ മണൽത്തരികളിലും അദ്ദേഹത്തിന്റെ സ്മരണകൾ തുടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാണ് പ്രസംഗം ഇങ്ങനെ പൊടിക്കുകയാണ് ഇവിടെ അവിടെ.
ഇവിടെ പ്രസംഗം പൊടി ഓടിക്കുന്നു, അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കണ ഒരു 5-6 അടി താഴെ കൊണ്ടുപോയി വെച്ചിട്ടില്ലേ? അവിടെ എന്താ മൂപ്പര സ്ഥിതി? IAS സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ടുപോയി വെച്ചാൽ അതിലൂടിച്ചാണ് പോകുന്നല്ല ഇപ്പോഴത്തെ കാര്യം. മാത്രമല്ല അവിടെ മലക്കുകൾ വന്നിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവും. മലക്കുകൾ വന്നിട്ട് വിളിച്ചെഴുന്നേൽപ്പിക്കാണ്. എഴുന്നേൽപ്പിച്ചാണ്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നുണ്ട്. മൻ റബ്ബുക, മൻ നബിയുക, മാ ദീനുക എന്നൊക്കെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അതോടുകൂടി ഓൻ കണ്ണും തുറപ്പിച്ചുകൊണ്ട് നിൽക്കണേ. ഓനെ 7ാം ക്ലാസ് നിർത്തിയതാണ്. അതിനേശം ആ കാര്യം ആലോചിച്ചിട്ടില്ല, വൈകോട്ട് പോയിട്ടില്ല. IAS കോച്ചിങ്ങിന്റെ ഇടയിലെന്ന് മൻ റബ്ബുകെ അതൊന്നും പിന്നെ ഓന് വിഷയമല്ല. അങ്ങനെ മലക്കുകൾ വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു. ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാനുള്ള വിവരവനുണ്ട്. IAS വസഹിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ജനനത്തീയതി എത്രയെന്ന് ചോദിച്ചാൽ മോഡിക്ക് അല്പം നോക്കേണ്ടി വരുമ്പോൾ നോക്കാതെ പറയും. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എത്രാമത്തെ പ്രസിഡന്റാണ്, ട്രംപിനെ എണ്ണേണ്ടി വരുമ്പോൾ എണ്ണാതെ പറയും. സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് ചോദിച്ചവൻ ആലോചിക്കാതെ പറയും. നയാഗര വെള്ളച്ചാട്ടം എവിടെയെന്ന് ചോദിച്ചവൻ അപ്പൊ പറയും. ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാനുള്ള വിവരം IAS വസഹിക്കണ ഇരുമലി വിവരസ്ഥന്മാരില്ലല്ലോ. പക്ഷെ ഇപ്പോഴത്തെ ചോദ്യം എന്താ? മൻ റബ്ബുക, മൻ നബിയുക, അള്ളാഹിനെ പറ്റിയ ചോദ്യം, നബിയെ പറ്റിയ ചോദ്യം, ദീനിനെ പറ്റിയ ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കുടുത്തം കിട്ടില്ല. 7ാം ക്ലാസ് നിർത്തിയതാണ്, ആ കാര്യത്തെപ്പറ്റി ആലോചിച്ചിട്ടല്ല. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ ചോദ്യം അങ്ങനെ ആവർത്തിക്കാം. അതിലോൻ പറയാണ്, വാട്ട് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ ഈസ് ദിസ്? ഐ ഡോണ്ട് നോ അറബിക്. എന്ത് ചോദ്യം അങ്ങനെ ചോദിക്കണം? എനിക്ക് അറബിയൊന്നും അറിയില്ല, വേണമെങ്കിൽ ഇംഗ്ലീഷ് ചോദിച്ചോളൂ മരക്കളോടെ. കഴിഞ്ഞില്ലേ കഥ? IAS ആവണ്ടെന്നല്ല പറഞ്ഞതേ. ഓ IAS ആയിരുന്നു ഭൂമിന്റെ മുകളില്, ഓൻ കലക്ടറായിരുന്നു ഭൂമിയുടെ മുകളിലെ, ഓന് അധികാരം ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ, ഓന് പ്രതാപം ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ, ഓന് പണം ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ, പോലീസുകാരുണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ, പോലീസുകാരുടെ കയ്യിൽ ലാത്തിയും തോക്കൊക്കെ ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഒറ്റപ്പെട്ട് കബറിന്റെ ഉള്ളിലാണത്. അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഈ ലോകത്ത് നമ്മൾ പഠിച്ചതും നേടിയതുമായിട്ടുള്ള എന്താണ് പ്രയോജനപ്പെടുക എന്ന് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തിന്നാനും കുടിക്കാനും ഉടുക്കാനും കിടക്കാനും പഠിക്കാനും പഠിച്ചാൽ പോരാ, അതിന്റെ കൂടെ വേണമെന്നാ പറയേണ്ടത്. IAS ആവണം, കലക്ടർ ആവണം. പക്ഷേ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു റബ്ബി പടച്ചോനെ പരിചയമുള്ള, മൻ നബിയുക എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് നബി റസൂലുള്ളാഹിനെ പരിചയമുള്ള, മാ ദീനുക എന്ന് ചോദിക്കുമ്പോൾ അൽ ഇസ്ലാമു ദീൻ, ഇസ്ലാം ദീനാണ് എന്റെ മതം എന്നുള്ള ബോധമുള്ള, മാ ഖിബിലത്തുക, എവിടെ ഖിബില എന്ന് ചോദിക്കുമ്പോൾ ഖിബിലയും കഅബയൊക്കെ പരിചയമുള്ള, അങ്ങോട്ട് തിരിഞ്ഞു ശീലമുള്ള, ഈ ഗുണങ്ങളൊക്കെ ഉള്ള IAS കാരൻ, ഈ ഗുണങ്ങളൊക്കെ ഉള്ള ജില്ലാ കലക്ടർ. അങ്ങനെ ആവണം എന്നാ പറയുന്നത്. പക്ഷെ രണ്ടും ഇതിന്റെ ഇടയിൽ നമ്മൾ ചിന്തിക്കണം എന്താ വെച്ചാൽ, ഭൗതികമായിട്ടുള്ള അറിവും വിദ്യാഭ്യാസവും മാത്രം കുട്ടിക്ക് കൊടുത്തുകൊണ്ട് ഈ ബോധമില്ലാത്ത രീതിയിൽ കുട്ടികൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക? അപ്പൊ കുട്ടികൾ അതിനനുസരിച്ചുണ്ടാവുക. പുതിയ തലമുറ പ്രത്യേകിച്ചും അല്ലേ, നമ്മൾ പുതിയ തലമുറയെ പറ്റി ആലോചിച്ച് വിഷമിക്കണില്ല പലരും. എല്ലാവരും കംപ്ലൈന്റ് പറയണ്. അങ്ങനെ കംപ്ലൈന്റ് ഒന്നും പറയണം, അത്ര മോശമൊന്നുമല്ല. എന്നാലും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ ബോധമില്ലാതിരിക്കുമ്പോൾ എന്തേക്കാരം സ്ഥിതി? വിദ്യാഭ്യാസം ഉണ്ടാവും, പഠിപ്പുണ്ടാവും, പക്ഷേ ഈ ബോധമില്ലെങ്കിൽ ജീവിതം നേരെയാവില്ല. ജീവിതം നന്നാവണമെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നത് സ്കൂളിലല്ല, കോളേജിലല്ല, യൂണിവേഴ്സിറ്റിയിലല്ല. എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് പഠിപ്പിക്കുന്നത് മതകേന്ദ്രത്തിലാണ്. തൊട്ട് അറിവ് കേട്ട സ്വർഗമാണ് മദ്രസ. അവിടം ചെന്നിരുന്ന